സി കൃഷ്ണകുമാർ, സരിൻ കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ നഗരസഭാ പരിധി ഈ ഒരു ഒറ്റ ലിമിറ്റിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് ജയിക്കുവാനാണല്ലോ BJP ഇത്തവണയും ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ നടക്കാതെ പോയ ആ കാര്യം, അതായത് 34,000 വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാത്രം നേടിയിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ വിള്ളലുണ്ടാകുമെന്നാണ് സരിൻ പറയുന്നത്. അത് മാത്രമല്ല, ആ വോട്ടുകൾ പോകുന്നത് അത് നേരത്തെ UDF നിന്ന് BJP പിടിച്ച വോട്ടുകളാണ്, അത് സരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അത് മാത്രമല്ല, ബാക്കി 3 പഞ്ചായത്തുകളിലും UDFനെ കഴിഞ്ഞ തവണത്തെ പോലെ മുന്നേറാൻ അനുവദിക്കില്ല. കണ്ണാടിയിലും മാത്തൂരിലും ആകട്ടെ കഴിഞ്ഞ തവണത്തെ നിസാര ലീഡ് ആയിരിക്കുകയില്ല LDFനുണ്ടാകാൻ പോകുന്നത് എന്ന്. ഫലത്തിൽ LDFന്റെ വിജയമാണ് അദ്ദേഹം പറയുന്നത്. സി കൃഷ്ണകുമാർ, താങ്കളുടെ പ്രതികരണം. അല്ല, ഞാൻ അത്ഭുതത്തോടു കൂടി കേൾക്കുകയായിരുന്നു. സരിന് 21ത്തെ ഇലക്ഷനെ കുറിച്ച് മാത്രമാണ് സരിൻ പറയുന്നത്. അതിനുശേഷം 24 ഒരു ഇലക്ഷൻ നടന്നല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ മത്സരിച്ചത്. ഏറ്റവും ശക്തമായിട്ട് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ മിഷനറി എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാലോ. സരിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇരട്ടി വേഗതയിലും ഇരട്ടി ശക്തിയിലും പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. CPMന് പാലക്കാട് നഗരസഭാ പരിധിയിൽ കിട്ടിയ വോട്ട് എത്ര? വിജയരാഘവന് 16,356. 16,356 വോട്ടാണ് ലഭിച്ചത്. അതിനേക്കാൾ കൂടുതൽ ഒരു പ്രവർത്തനമൊന്നും CPMനെ പാലക്കാട് നഗരത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പഞ്ചായത്തുകളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്ത് അടിസ്ഥാനത്തിലാണ് സരിൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. CPMന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ച ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ CPMന് കിട്ടിയിരിക്കുന്നത് 16,356 വോട്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ കൃഷ്ണകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നോക്കുന്നതെങ്കിൽ അവിടെ BJP കിട്ടിയ വോട്ടുകളും പറയേണ്ടതാണ്. CPMന് ലഭിക്കാവുന്ന പരമാവധി വോട്ട്, ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പല്ല പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് പരിശോധിക്കൂ, 2019 പരിശോധിക്കൂ, 2016 പരിശോധിക്കൂ. CPMന് പാലക്കാട് നഗരപരിധിയിൽ ലഭിച്ച വോട്ടുകളൊന്നും നിങ്ങൾ പരിശോധിക്കേ. അത് 16 NN കൃഷ്ണദാസ് മത്സരിക്കുന്ന സമയത്തും 21 പ്രമോദ് മത്സരിക്കുന്ന സമയത്തും 24 വിജയരാഘവൻ മൽസരിക്കുന്ന സമയത്തല്ല CPMന് നഗരപരിധിയിൽ കിട്ടുന്ന വോട്ട് അതാണ്. ഒരു കാര്യം 2006 17 നഗരസഭാ കൗൺസിലർമാരുണ്ടായിരുന്ന CPMന് ഇന്ന് പാലക്കാട് നഗരത്തിൽ എത്ര കൗൺസിലർമാരാ? 7. 10 വാർഡുകളാണ് കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ CPMന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 7 വാർഡുകൾ മാത്രമാണ് CPM ഒതുങ്ങിയിരിക്കുന്നത്. CPMന്റെ പല പ്രദേശങ്ങളിലും ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 2000 മത്സരിക്കുന്ന സമയത്ത് CPMന്റെ സിറ്റിംഗ് വാർഡാണ് 25-ാം നമ്പർ ബൂത്ത് ഉൾക്കൊള്ളുന്ന CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി T ശിവദാസ മേനോൻ, പിന്നീട് NN കൃഷ്ണദാസ് ഇപ്പൊ താമസിക്കുന്ന ബൂത്ത് 25. ഒരു കാലത്ത് CPMന് 400ഓളം വോട്ടുണ്ടായിരുന്ന ആ ബൂത്തിൽ നിന്ന് CPMന് കഴിഞ്ഞ 2001 ശേഷം ഇന്ന് വരെ കിട്ടുന്നത് 100 ചില്ലാനും വോട്ടാണ്. NN കൃഷ്ണദാസ് MP ആയിരിക്കുമ്പോൾ പോലും അതാ കിട്ടുന്നത്. കൊപ്പം ഞാൻ 2015 ജയിച്ച വാർഡ്, അവിടെ എന്താ CPMന്റെ സ്ഥിതി? ഇന്ന് 2010 ഞാൻ ജയിച്ച വാർഡ് CPMന്റെ സ്ഥിതി എന്താണ്? അപ്പൊ CPM പാലക്കാട് നഗരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് താഴോട്ട് പോകണം. സരിന് എനിക്ക് തോന്നുന്നത് പാലക്കാട് നഗരത്തിലെ അസംബ്ലിയിലത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല, വോട്ടിങ്ങിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. UDFന്റെ വോട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്. സി കൃഷ്ണകുമാർ, അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണ ഉണ്ടാവുകയില്ലല്ലോ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് നഗരത്തിൽ പുറകിൽ പോയിട്ടുണ്ടോ? 2 മുന്നണികൾക്കും പുറകിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഞങ്ങളാണ് പാലക്കാട് നഗരത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളെ മറികടന്ന് 2 മുന്നണികൾക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഭൂരിപക്ഷത്തിൽ ഇനി കുറവുണ്ടാകാൻ പറ്റില്ലല്ലോ. ഒരു 8000 വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ നിന്ന് കിട്ടണ്ടേ സി കൃഷ്ണകുമാർ? ഇത്തവണ നിങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചു. 80%, 78 മുതൽ 84% വരെ പോളിംഗ് നടന്ന ബൂത്തുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൂത്തുകളെല്ലാം ഞങ്ങളുടെ 1-2 ബൂത്തുകൾ ഒഴികെ ബാക്കി ബൂത്തുകളെല്ലാം ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ആസൂത്രണം ഞങ്ങൾ നടത്തിയിരുന്നു, ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. കഴിഞ്ഞ 5000 മുതൽ 5500 വരെ വോട്ടുകൾ
ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് 21-ലും 24-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾക്ക് പോൾ ചെയ്യാൻ വന്നാൽ അത് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 75-80% വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം. പോളിംഗ് എന്തെങ്കിലും പാലക്കാട് നഗരത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അത്തരം കുറവൊന്നും ഞങ്ങളെ ബാധിക്കില്ല. അത് ബാധിക്കാൻ ശരിക്കും 2000 വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? 79,000-ൽ നിന്ന് 77,000 കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ. അത് ബാധിക്കാൻ പോകുന്നത് ആരെയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് കാണാം. UDF-നെയാണ് ബാധിക്കാൻ പോകുന്നത്. UDF-ന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ 75-80% വോട്ടുകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ കിട്ടിയിരുന്നത് UDF-നാണ്. ഇത്തവണ അതിൽ വലിയ വിള്ളലാണ് വരാൻ പോകുന്നത്. അതിൽ 50%-ത്തിലധികം വോട്ട് ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ലഭിക്കും. അത് UDF-ന് ഉണ്ടാക്കാൻ പോകുന്ന കുറവ് 2000-2500 വോട്ടിന്റെ കുറവാണ്. അത് UDF-ന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്ലസ് ആണ്. 2021-ൽ ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ വോട്ട് മുനമ്പം പോലെയുള്ള വിഷയങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. 2021-ൽ ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല. ഇന്ന് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മത്സരിക്കുന്നുണ്ട്. താങ്കളുടെ അവകാശവാദം BJPക്ക് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്നാണ്. സരിൻ എന്തോ ഒരു സംശയം പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെച്ച്. എന്താണത് സരിൻ?